കട്ടപ്പന നഗരസഭ എട്ടാംപാട് ആസിപ്പടി പള്ളിപ്പടി റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കുന്നതിൽ നഗരസഭ കാണിച്ച അനാസ്ഥയ്ക്കെതിരെ LDF കൗൺസിലർമാർ നഗരസഭ ഓഫീസ് പടിക്കൽ നിരാഹാര സമരം നടത്തും. ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് സമരം. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു. കട്ടപ്പന നഗരസഭ 8ാം വാർഡ് കല്ലുകുന്നിലെ നിരവധി ആളുകളുടെ ആശ്രയമായ ആസിപ്പടി പള്ളിപ്പടി റോഡിനോട് നഗരസഭാ അധികൃതർ കാണിച്ച നിഷേധാത്മക നിലപാടിനെതിരെയാണ് LDF സമരവുമായി മുന്നിട്ടിറങ്ങുന്നത്. 2018 പ്രളയത്തിൽ തകർന്ന റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കുന്നതിന് മന്ത്രി റോഷി അഗസ്റ്റിൻ 47 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ നഗരസഭയുടെ കെടുകാര്യസ്ഥത മൂലം മണ്ണ് പരിശോധന അടക്കമുള്ള നടപടികൾ വൈകി. ഇതോടെ തുക നഷ്ടപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. വർഷങ്ങളായി വിഷയം അധികൃതരുടെ മുന്നിൽപ്പെടുത്തിയിട്ടും നഗരസഭ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് LDF കൗൺസിലർമാർ ആരോപിച്ചു. ഈ സാഹചര്യത്തിലാണ് നഗരസഭാ ഓഫീസിന് മുമ്പിൽ ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ 5 മണി വരെ നിരാഹാര സമരം നടത്തുന്നത്. വീണ്ടും മന്ത്രിയുടെ ഓഫീസും തന്നെ ബന്ധപ്പെട്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിന്റെ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ മണ്ണ് പരിശോധനയ്ക്ക് വന്ന ആളുകളെ കൊണ്ട് മണ്ണ് പരിശോധന നടത്തിക്കുന്നതിന് തീരുമാനിക്കുകയും അവരിവിടെ വന്ന് മണ്ണ് പരിശോധിക്കാൻ വലിയ സ്ഥലം കണ്ടെത്തുകയും അവർ വന്ന് മണ്ണ് പരിശോധിച്ചാണെന്ന് ഉറപ്പു വരികയും 70,000 രൂപ മാത്രം മതിയായിരുന്നു മണ്ണ് പരിശോധിച്ച് പോകുന്നതിന് വേണ്ടി. അത് കട്ടപ്പന മുനിസിപ്പാലിറ്റി എന്ന് പറയുകയും AEയോടും മുനിസിപ്പൽ വൈസ് ചെയർമാനോടും നമ്മൾ പറഞ്ഞിരുന്നു. അവർ സമ്മതിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട AE നിലപാട് മാറ്റി. അതിന്റെ മണ്ണ് പരിശോധന മാത്രം പോരാ, അതിന്റെ ഡിസൈനിങ് കൂടി ചെയ്യണം. അതിന് 2.5 ലക്ഷം രൂപയാകും. അടുത്ത കൗൺസിലിൽ തന്നെ അത് ടെൻഡർ ചെയ്യുന്നുള്ള നടപടി ഉണ്ടാകും. അടുത്ത ടെൻഡറിൽ തന്നെ നടപടി ഉണ്ടാകുന്ന 9 മാസം മുമ്പ് ഭരണസമിതി നമ്മളെ അറിയിച്ചിരുന്നു. എന്നാൽ നാളെ വരെ നമ്മളിതിന് യാതൊരു നടപടി ഉണ്ടായില്ല. അതിന്റെ വെളിച്ചത്തിൽ നാളെ കട്ടപ്പന നഗരസഭയിലെ ഇടതുപക്ഷ കൗൺസിലർമാർ 10 മണി തൊട്ട് 5 മണി വരെ കട്ടപ്പന നഗരസഭ ഓഫീസിന് മുമ്പിൽ നിരാഹാരമിരിക്കും. അതേസമയം LDF കൗൺസിലർമാരുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB പാറപ്പായി പറഞ്ഞു. മുനിസിപ്പാലിറ്റി 8/2/2025 ഈ പ്രവൃത്തിക്ക് ആവശ്യമായ സോയിൽ ടെസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ടെൻഡർ ഈ കൊട്ടേഷൻ വിളിച്ചിട്ടുണ്ട്. ആ കൊട്ടേഷൻ വിളിച്ചതിൻ്റെ ഫോമാണ് ഇത്. മാറ്റർ ലാബ് എന്നുള്ള കമ്പനി സിംഗിൾ കൊട്ടേഷൻ വെച്ചതിൻ്റെ പേപ്പറാണ് ഇത്. അപ്പം സമയാസമയങ്ങളിൽ മുനിസിപ്പാലിറ്റി ഈ കാര്യത്തിൽ ഇടപെടുകയും ഇതിനാവശ്യമായ നടപടികൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതായിരിക്കെ തന്നെയുമല്ല, ഈ അനുവദിച്ചിരിക്കുന്ന CMLR ഫണ്ടിൽപ്പെടുത്തി അനുവദിച്ചിരിക്കുന്ന തുക കൊണ്ട് ആ പ്രവൃത്തികൾ അവിടെ പൂർണ്ണമായി പൂർത്തിയാക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഈ പ്രവൃത്തി അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ താമസിക്കുന്ന 2 വീടുകൾ ഉണ്ട്. ആ 2 വീടുകൾ കെട്ടുകാരെ അവിടെ നിന്ന് മാറ്റിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആ വീടുകൾ അപകട ഭീഷണിയിൽ ആണ് ഇരിക്കുന്നതെന്നുള്ളതിനാൽ ഈ പ്രവൃത്തി ചെയ്തു ചെല്ലുമ്പോൾ അവരുടെ വീടുകൾ നഷ്ടപ്പെടും എന്നുള്ളതും ഒരു സത്യാവസ്ഥയാണ്. ആയതുകൊണ്ട് മുനിസിപ്പാലിറ്റി കാലയളവിൽ ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ടെൻഡറുകളും ഈ കൊട്ടേഷനും അതുപോലെ തന്നെ സോയിൽ ടെസ്റ്റിങ്ങിനും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. മണ്ണ് പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ഫണ്ട് നഗരസഭ അനുവദിച്ചിരുന്നു. തുടർന്ന് മറ്റ് നടപടികളെല്ലാം പൂർത്തീകരിച്ചതാണ്. നിലവിൽ ലഭ്യമായിരിക്കുന്ന തുക കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. 2 കുടുംബങ്ങളെ ഉൾപ്പെടെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് അനാവശ്യ ആരോപണങ്ങൾ LDF ഉന്നയിക്കുന്നതെന്നും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വ്യക്തമാക്കി.